തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ജില്ലയിലും പല പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ജില്ലാ പഞ്ചായത്ത് മാട്ടൂൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റും കൂടിയായിട്ടുള്ള SKP സക്കറിയാണ്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം എന്താണ് പറയാനുള്ളത്? വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം 10ഓളം ബൂത്തുകൾ സന്ദർശിച്ച കാര്യങ്ങൾ മനസ്സിലാകുന്നത് UDF കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ക്യൂ ആണ്. അതേ സ്ഥാനത്ത് ഇടതുപക്ഷ അണികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ നിസ്സംഗതയോടുകൂടിയാണ് അവർ ബൂത്തുകളിൽ നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാർ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും നിരാശരാണ്. അത് പ്രത്യേകിച്ച് നമ്മളെ മറ്റ് UDFന്റെ ഭാഗത്തു നിന്നതിനേക്കാൾ ഏറെ അവരുടെ മുഖത്താണ് തെളിയുന്നത്. നേതാക്കന്മാർക്കും വളരെ പ്രയാസങ്ങളുണ്ട്. അതേ സ്ഥാനത്ത് പഴയ കാലത്തൊക്കെ ചില ബൂത്തുകൾ സന്ദർശിക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി മസിൽ പിടിച്ചുകൊണ്ടാണ് പ്രതികരിക്കാറുള്ളത് UDFോട്. ഇന്നിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ അവർ ചേർത്ത് പിടിക്കാൻ തയ്യാറാവുന്നു, വേണ്ടി വന്ന ആലിംഗനം ചെയ്യാൻ തയ്യാറാവുന്നുള്ള ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം സമൂഹത്തിനുള്ള പ്രതിസന്ധി വല്ലാത്ത തരത്തിൽ എല്ലാവർക്കും മനസ്സിൽ വല്ലാതെ തട്ടിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയവും ആശയവും നോക്കാതെ തന്നെ നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് അവരെ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റുന്നത്. കാരണം എല്ലാവരും നമുക്ക് വരാൻ വേണ്ടി പോകുന്ന നമ്മളെ ഭാവി എന്തായിരിക്കും, നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും, ഇങ്ങനെ പോയാൽ ജനങ്ങൾ എവിടെ ചെന്നെത്തും എന്നുള്ള പ്രയാസം എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. യഥാർത്ഥത്തിൽ വരാൻ വേണ്ടി പോകുന്ന ഈ റിസൾട്ട് മിക്കവാറും ഏകദേശം 100% തന്നെ തോന്നുന്നു കേരള നിലവിലുള്ള സർക്കാരിന് വിരുദ്ധമായിട്ടൊരു നിലപാട് ജനങ്ങൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൂർണ്ണമായിട്ടും UDFന് കനത്ത വമ്പിച്ച വിജയമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഇടതുപക്ഷ നേതാക്കള് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മാടായി മാട്ടൂൽ ഉൾപ്പെടെ UDF വോട്ടുകൾ അട്ടിമറി വിജയം ഉണ്ടാകുന്നൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? സാധാരണ നേതാക്കന്മാർക്ക് മുഖം രക്ഷിക്കാൻ പലതും പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയല്ലാതെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതേ സ്ഥാനത്ത് അവരെ അണികളിടയിൽ അവർക്ക് വേറൊന്നും പറയാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് പിടിച്ചു നിൽക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള ചില വാക്കുകളും ഭാഷകളും ഉപയോഗിക്കാം, അട്ടിമറി നടക്കുമെന്നുള്ളത്. അട്ടിമറി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെയുള്ള അട്ടിമറി എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് ഇന്നത്തെ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ശക്തമായൊരു ഒരു പ്രതികരണമായിരിക്കും ഈ സമൂഹം കാണിക്കുക എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിലെ പല അണികൾക്കും ഇപ്പോൾ രാഷ്ട്രീയത്തിനേക്കാൾ ഏറെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് അവർക്ക് കാണുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും പഴയകാലത്തൊക്കെ നമ്മൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ പ്രയാസത്തിലാണ് കടന്നു പോകാറുള്ളത് സ്ഥാനാർത്ഥികളെ നമ്മളൊക്കെ ആയാലും. പക്ഷേ ഇത്തവണ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വെച്ചാൽ അവർ സ്വീകരിക്കുകയും അവർ സൽക്കരിക്കുന്ന വിധത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്നില്ല. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ സമൂഹം കാണുന്നത് അങ്ങനെയാണ്. സർക്കാരിനെതിരെയുള്ള വലിയ വിജയത്തായിട്ട് വരണം. തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതികരണം കാണിക്കണം. കേരള സമൂഹത്തിന് സുരക്ഷിതമായിട്ടുള്ളൊരു ഭരണം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിൻ്റെ പ്രതികരണമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ വിവിധ പോളിംഗ് ബൂത്തുകളിലെ സ്ഥാനാർത്ഥികളായാലും നേതാക്കളായാലും ഒക്കെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള സ്ഥാനാർത്ഥിയുടെ പ്രതികരണമാണ് കണ്ടത്. നികേഷ് താപത്തിനോടൊപ്പം ഷരിമ രാജൻ, കണ്ണൂർ.